അങ്ങനെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ഗണ്ണായിട്ട് വരുവാണ് കേട്ടോ. എന്നിട്ട് അവരോട് എല്ലാവരോടും ആ മെയിൻ ആയിട്ടുള്ള ആളിങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കാൻ പറയുമ്പോൾ എല്ലാവരും ആണെങ്കിൽ ഒളിച്ച് നിൽക്കും. അങ്ങനെ ഒരു പെങ്കൊച്ചാണെങ്കിൽ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ എയിം ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ യൂറി ആയിരിക്കും. അപ്പോൾ യൂറി ഇതൊക്കെ ആലോചിച്ചിട്ട് ഈ ഒരു വോയിസ് കേട്ടിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് കൊച്ചിനടുത്ത് പറയും, മോളെ മോക്ക് ഉറക്കം വരുന്നില്ല, നമുക്ക് പോയി കിടക്കാമെന്നും പറഞ്ഞ് മിൻസോനെ ഉറക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങ് പോകുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു ചീഫോയാണെങ്കിൽ ഇവരുടെ ആ ഒരു ഡോറിന്റെ പുറത്തായിരിക്കുമല്ലോ. അപ്പൊ തന്നെ ചീഫോക്ക് ആണെങ്കിൽ ഒരു കോള് വരും, ഒരു എമർജൻസി ആണ്, പെട്ടെന്ന് വരാനൊക്കെ പറയുമ്പോൾ അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ മിൻസോനെ ഉറക്കി കിടത്തിയിട്ട് അവളാണെങ്കിൽ കത്തിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് വെക്കും. ആരോ അവിടെ ആക്രമിക്കാൻ വരുന്ന പോലെ പുള്ളിക്കാരത്തി ആണെങ്കിൽ മുൻകരുതലൊക്കെ എടുക്കും. അപ്പോഴാണ് ആലോചിക്കുന്നത് ദോഹാന്റെ കാര്യം. അങ്ങനെ ഇവളാണെങ്കിൽ ദോഹാനെ വിളിക്കുമ്പോൾ ദോഹാൻ കോൾ എടുക്കുന്നുണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ അങ്ങനെ ആ ഒരു ഫൈറ്റൊക്കെ കഴിയുമ്പോൾ അയാളാണെങ്കിൽ ദോഹാൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയിട്ട് ആ ഒരു വണ്ടി കയറി പോകുന്നുണ്ടാവും കേട്ടോ. എന്നിരുന്നാലും അവനാണെങ്കിൽ വണ്ടി കയറുമ്പോഴാണെങ്കിലും അവനിക്കാണെങ്കിൽ അയാളെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ആ ഒരു വണ്ടിയിലാണെങ്കിൽ ഒരു ലൊക്കേഷൻ്റെ സംഭവം ഉണ്ടാവും കേട്ടോ, ഒരു ലൊക്കേഷൻ ട്രാക്ടറൊക്കെ ഉണ്ടാകും. അപ്പോൾ തന്നെ ഇവനാണെങ്കിൽ ആ ഒരു മേളിലേക്ക് വിളിച്ച് പറയുന്നുണ്ടാകും, എനിക്ക് അവനെ മിസ്സായി പോയി, പക്ഷേ ലൊക്കേഷൻ ഉണ്ട്, അവരെ ഫോളോ ചെയ്യാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ചീഫോയാണെങ്കിൽ ഇവൻ്റെ മുറിവിൽ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കണായിരിക്കും. അണ്ട് ഇവനോട് പറയും, നിനക്കൊക്കെ സൂക്ഷിച്ച് ചെയ്താൽ എന്താന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ ചോദിക്കുന്നുണ്ടാകും, ആ ഒരു പള്ളിയിൽ അച്ഛനും അതുപോലെ തന്നെ വുൾഫിൻ്റെയും ആ ഒരു ടാറ്റു സെയിം ആയിരുന്നല്ലോ, നിനക്ക് വല്ലതും അതിനെപ്പറ്റി അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ഇവനാണെങ്കിൽ ഇൻബോനെ പറ്റി അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൾ വീണ്ടും അറിയില്ല എന്ന് തന്നെ പറയും. പക്ഷേ ഇവനിക്കാണെങ്കിൽ അങ്ങ് വിശ്വാസം വരില്ല. അപ്പം തന്നെ ഇവക്കാണെങ്കിൽ വേറൊരു ഫോൺ കോൾ വരും, ഇങ്ങനെ ഒരാളുടെ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പം തന്നെ ഇവൾ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവൻ പറയും ഞാനും വരാമെന്ന് പറയുമ്പോൾ അവൾ പറയും വേണ്ട, നീ പോയി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു യൂറി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് അവളാണെങ്കിൽ നേരെ അവൻ്റെ ആ ഒരു വർക്ക് പ്ലേസിലേക്ക് വരും കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ എന്താ ദോഹാനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാകും. അപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇവൾ എണീച്ച് നോക്കുമ്പോൾ എന്താ ദോഹാനെയും മിൻസോനെയും കാണില്ല. ഇവൾ കുറേയൊക്കെ വിളിച്ച് നടക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എന്താ ദോഹാനും കൊച്ചും അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോഴാണ് അവൾക്ക് ഇത്തിരി ആശ്വാസമാവുന്നത്. എന്നിട്ട് അവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും, നിങ്ങളിത് എവിടെ പോയത് രാവിലെ തന്നെ, മിൻസോ പോയി പല്ലൊക്കെ തേച്ചെന്നൊക്കെ പറഞ്ഞ് മിൻസോനെ പറഞ്ഞു വിടുന്നുണ്ടാകും. അപ്പോൾ അച്ഛനിങ്ങനെ പറയും, എടി എന്നാലും അമ്മ എന്താ എത്ര ദേഷ്യത്തിൽ, നിനക്കറിയോ എല്ലാ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്കങ്ങനെ അറിയാനാ, ചിലപ്പോൾ മുത്തശ്ശൻ്റെ ബർത്ത്ഡേയുടെ കാര്യത്തിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എല്ലാവരെയും വിളിക്കാൻ വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ കാർഡ് ഇങ്ങനെ സെറ്റാക്കി വെക്കണമായിരിക്കും. അപ്പോൾ തന്നെ ഇവനാണെങ്കിൽ ഓരോ കാര്യങ്ങളും വന്ന് പറയും കേട്ടോ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, അച്ഛനെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ആ ഓക്കെ നീ ഒന്ന് സമ്മതിപ്പിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ആ പെണ്ണില്ലേ, ആ പെണ്ണാണെങ്കിൽ സ്വന്തം മോളുടെയും കൊച്ചുമോളുടെ ഒപ്പം ഇങ്ങനെ ഫുഡ് വെച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കൊച്ചിനെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് പറയും നന്നായിട്ട് ചവച്ച് കഴിക്കാനൊക്കെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ മറ്റേ കൊച്ചിനും ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ ആണെങ്കിൽ ആ കൊച്ചിന് മേടിച്ച ഡ്രസ്സ് കൊടുത്തിട്ട് പറയും ഇവക്ക് ഫിറ്റ് ആവുമെന്ന് നോക്ക്, ഫിറ്റായില്ലെങ്കിൽ അതിനകത്ത് റെസിപ്റ്റ് ഉണ്ട്, ഡ്രസ്സ് മാറ്റി എടുത്തോളാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു പെണ്ണിങ്ങനെ പറയുന്നുണ്ടാകും, എന്തായാലും ഇത് അവസാനത്തെ കാണലാണ്, ഇനി ഞാൻ കൊച്ചിനെ കൊണ്ട് വരില്ല, കൊച്ചിനെ കാണാൻ തോന്നുവാണെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു തന്നേക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു അമ്മ പറയും ആ ശരി നമ്മൾ പൊക്കോളാനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു മോളും ആ ഒരു കൊച്ചുമോളും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ആ ഒരു ബട്ടർഫ്ലൈ ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബില്ലടക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ ഒരു പുള്ളിക്കാരത്തി പറയും പേയ്മെൻ്റ് ഒക്കെ നേരത്തെ അടച്ചെന്ന് പറയും കേട്ടോ. അപ്പോൾ ആ പെണ്ണ് ചോദിക്കും എൻ്റെ മകളാണ് അടിച്ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അല്ല വേറൊരാളാന്ന് പറയും കേട്ടോ. അത് വേറെ ആരുമല്ല നമ്മുടെ ചീഫോയ് ആയിരിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ ആ ഒരു ഇൻബോടെ ആ ഒരു ഫ്ലാറ്റിൽ വന്നിട്ട് പുള്ളിക്കാരൻ തപ്പണയായിരിക്കും കേട്ടോ, എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു ഗണ്ണുണ്ടാകും, അത് മാത്രമല്ല ഒരു സേഫും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇവനിക്കാണെങ്കിൽ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ കാറിൽ വെച്ചുകൊണ്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവുക. പക്ഷെ ആ ഒരു ഇൻബോ ആണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ചീഫോയ് ആണെങ്കിൽ അവനെ വിളിച്ച് പറയും നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് കുറച്ച് നാൾ റെസ്റ്റ് എടുക്കാൻ, പിന്നെ എന്തിനാ നീ പിന്നെ പണിക്ക് കയറി എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും അതൊക്കെ ഉണ്ട്, നീ എൻ്റെ ബോസ് ആണെങ്കിൽ ഞാനങ്ങനെ നീ പറയണ കേട്ടാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് അവനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറി ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ വേറെ കസ്റ്റമേഴ്സ് ഉണ്ടാകും, അവർ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ
ഈ ഒരു കപ്പിൾസിനെ കാണുമ്പോൾ ഇവക്കാണെങ്കിൽ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കും. വേറെ ഒന്നുമല്ല, ഇവർ കല്യാണം കഴിച്ച സമയത്ത് ഇവർ സ്വന്തമായിട്ട് ഫ്ലാറ്റൊക്കെ മേടിച്ചത് അവളിങ്ങനെ ആലോചിക്കും കേട്ടോ. അവരതിൻ്റെ സന്തോഷത്തിൽ നിന്നതൊക്കെ അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ ദോഹാനാണെങ്കിൽ അവളെ വിളിക്കുന്നുണ്ടാകും. മറ്റേ ദോഹാൻ പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ അച്ഛനടുത്ത് സംസാരിക്കണ്ട്, എന്തായാലും അച്ഛനെ ഞാൻ സമ്മതിപ്പിക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഈ ഒരു അച്ഛനാണെങ്കിൽ ഒരുപാട് ഡ്രിങ്ക്സ് കൊടുത്തിട്ട് അവനിങ്ങനെ പറയുന്നുണ്ടാകും, അച്ഛൻ എന്താ ശരിക്കും പ്രശ്നം, അച്ഛൻ എന്താ വേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഇങ്ങനെ പറയും, എനിക്ക് എൻ്റെ ഭാര്യനെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ അച്ഛൻ്റെ ആ ഒരു ഫോണിലുള്ള മിസ് പാർക്കിൻ്റെ ഫോൺ നമ്പറൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു മിസ് പാർക്കിനെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. എന്നിട്ട് അവരുടെ അടുത്തൊക്കെ ടാറ്റൊക്കെ പറഞ്ഞിട്ട് നേരെ മിസ് പാർക്കിനെ കണ്ടിട്ട് ഇവർ നല്ല ഫുഡ് അടി ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഫുഡ് അടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ മിസ് പാർക്ക് ഇങ്ങനെ പറയും, നിങ്ങൾ കുറേ നേരം വന്നിട്ട് എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഞങ്ങൾക്ക് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്, വേറൊന്നും വിചാരിക്കരുത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇവൻ്റെ ഫോണാണെങ്കിൽ അടിക്കും കേട്ടോ. നമ്മുടെ ദോഹാൻ്റെ ഫോൺ അടിക്കും. അങ്ങനെ ദോഹാനാണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താ ആ ഒരു ജിഹാൻ്റെ ഫോണും അടിക്കും കേട്ടോ. ആ ഒരു സമയത്ത് അവർ കട്ട് ചെയ്തിട്ട് പിന്നെയും പറയും, ഞാൻ എവിടെയാണ് പറഞ്ഞെടുത്തിയത്, ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവരുടെ കോൾ പിന്നെയും അടിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ പിന്നെ അടിക്കുമ്പോൾ നമ്മുടെ ദോഹാനാണെങ്കിൽ ആ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകും. ജിഹാനാണെങ്കിൽ റെസ്റ്റ് റൂമിലോട്ട് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ദോഹാൻ്റെ അടുത്താണെങ്കിൽ ആ ഒരു ഇൻബോർഡ് ആ ഒരു ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെന്നുള്ളൊരു ഇൻഫോർമേഷൻ പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ജിഹാനാണെങ്കിൽ ആരോ വിളിച്ചിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് പറയും, മര്യാദക്ക് വന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടുകാരോടൊക്കെ പറയുമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ദോഹാനാണെങ്കിൽ ജിഹാൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എടാ നീ എന്തായാലും പറഞ്ഞ് സെറ്റാക്ക്, ഞാൻ എന്തായാലും തുടങ്ങി വെച്ചല്ലോ, നീ എന്തായാലും പറ, ആ പുള്ളിക്കാത്തി എടുത്ത് അച്ഛൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരണ്ടെന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ദോഹാനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടാകും. അപ്പോൾ ജിഹാനാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്താ ഇവനിക്ക് ഇങ്ങനെ മെസ്സേജ് വെച്ചിട്ടുണ്ടാകും, മര്യാദക്ക് ഇപ്പം തന്നെ ഷോപ്പിലേക്ക് വന്നു, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് വരും എന്നുള്ളൊരു കണ്ടുകൊണ്ട് തന്നെ ജിഹാനാണെങ്കിൽ ആ ഒരു മിസ് പാർക്കിൻ്റെ അടുത്തോട്ട് പോവാതെ അവനാണെങ്കിൽ വേറൊരു കടയിലോട്ട് പോകുന്നുണ്ടാവും കേട്ടോ. എവിടെ പോകണമെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജിഹാനും ദോഹാനും ആ ഒരു മിസ് പാർക്കിനെ വിളിച്ചുകൊണ്ട് തന്നെ ഇവനെയാണെങ്കിൽ ജിഹാനെ ആണെങ്കിൽ അച്ഛൻ നല്ല രീതിക്ക് തല്ലിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം തന്നെ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും, ദോഹാൻ എന്നെ അവിടെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നു, പിന്നെ എനിക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, യൂറേ പറയുന്നുണ്ടാകും, അവനെന്നാലും എന്താ നിന്നെ ഒറ്റക്കാക്കിയിട്ട് പോയത്, നിങ്ങളെന്നാലും എന്തോരം ഫുഡാണ് മേടിച്ചത്, ആ ഒരു മിസ് പാർക്ക് തന്നെ എല്ലാം പൈസ കൊടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഞാൻ ഓർത്തു അവൻ പൈസ കൊടുത്തെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കഴിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അങ്ങനെ ഈ ഒരു യൂറയാണെങ്കിൽ നമ്മുടെ ദോഹാനെ വിളിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ദോഹാനാണെങ്കിൽ താഴെ പാർക്കിങ്ങിലുണ്ടാകും. അപ്പോൾ ദോഹാൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ ഇവിടെ എത്തിയെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു യൂറ പറയും, ജിഹാനും നിൻ്റെ പുറകെ പോകുന്നു പറയുമ്പോൾ ദോഹാനാണെങ്കിൽ ജിഹാനെ നല്ല ചീത്ത പറയും കേട്ടോ, നിൻ്റെ അടുത്തല്ലേ പറഞ്ഞത് ആ ഒരു കാര്യം ഡീൽ ചെയ്യാൻ, പിന്നെ എന്തിനാ നീ ഒളിച്ചോടി വന്നേന്നൊക്കെ പറഞ്ഞ് അവനെ ചീത്ത പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കും, നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ പാർക്കിങ്ങിലോട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങടേക്ക് വരാമെന്നും പറഞ്ഞ് അവരാണെങ്കിൽ ആ ഒരു പാർക്കിങ്ങിൻ്റെ ഏരിയയിലോട്ട് വരുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ ആ ഒരു കാറ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്താ ആ ഒരു ഇൻബോ ഇവനെ ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഇവരാണെങ്കിൽ കാറിലോട്ട് കയറിയിട്ട് പറയും, മര്യാദക്ക് ആ സേഫ് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, അപ്പം ആ ഒരു സേഫിൽ എന്തോ ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ തമ്മിൽ വീണ്ടും ഫൈറ്റൊക്കെ ആവട്ടോ. അപ്പം ഗണ്ണൊക്കെ അവിടെ നിന്ന് പൊട്ടുന്നുണ്ടാകും. അങ്ങനെ ദോഹാനാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ തടങ്കിലാക്കും കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വണ്ടി എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പൊ ഇവരാണെങ്കിൽ ഇവനെ കാണുമ്പോൾ ഇവൻ വണ്ടി നിർത്തില്ല കേട്ടോ. അപ്പൊ ജിഹാൻ പറയുന്നത്, പോയ വണ്ടിയില്ല അതേപോലെ ആയിരുന്നു നേരത്തെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പൊ യൂറ വിളിക്കുമ്പോഴൊന്നും ഇവനാണെങ്കിൽ കോൾ എടുക്കുന്നുണ്ടാവില്ല. എന്നിട്ട് ഇവന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, എടാ എൻ്റെ വീടൊന്നും വൃത്തികേടാക്കി ഇടരുത്, ആ ജനലൊന്നും പൊട്ടിക്കരുത്, അവിടെ ഒരു ചോരക്കറ പോലും ഉണ്ടാവരുതെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, അതൊക്കെ ഞാൻ നോക്കിയല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആ ഒരു ഇൻബോന്റെ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്കായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ ഇൻബോർഡ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും ഈ ഒരു സേഫിൻ്റെ പാസ്വേഡ് പറയുമ്പോൾ അവനാണെങ്കിൽ ഇല്ല ഞാൻ പറയില്ല, ഞാൻ നിന്നെ കൊല്ലൂടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ നല്ല രീതിക്ക് അവനിങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ടാകും കേട്ടോ. എന്നിട്ടും അവൻ പറയാത്തതുകൊണ്ട് ഇവനിങ്ങനെ പറയും, അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ നാളെ വീണ്ടും വരാം, നമുക്ക് നാളെ കാണാമെന്നും പറഞ്ഞ് അവൻ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇവനിങ്ങനെ പറയും, നിൽക്കുന്നിങ്ങനെ പറയും കേട്ടോ. അവനങ്ങനെ ആ ഒരു പാസ്വേഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവനാണെങ്കിൽ പാസ്വേഡ് അടിക്കുമ്പോൾ അതിലൊരുപാട് പണം അതുപോലെ തന്നെ ഇവൻ്റെ വർക്ക് ബുക്കും നോക്കൂട്ടോ. അപ്പോൾ ദോഹാൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ ഭയങ്കര വർക്ക് ഹോളിക്കാണല്ലോ, നീ എന്തോരം പേരുടെ കൊന്നേക്കുന്നത്, ഇത്രയും പേരൊക്കെ മരിച്ചു പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവനിങ്ങനെ നോക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കുഞ്ഞു ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കണമായിരിക്കും. അപ്പോൾ അവൻ്റെ ആ ഒരു ടാർഗറ്റിനൊക്കെ അവനിങ്ങനെ എഴുതി വെച്ചിട്ട് അവരൊക്കെ കൊന്നു കളയുമ്പോൾ വെട്ടിട്ട് വെക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ നോക്കി കഴിയുമ്പോൾ എന്താ അതിലാണെങ്കിൽ നമ്മുടെ ചീഫോടെ പേരുണ്ടാകും, ഒച്ചാനിയോ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ദോഹാനാണെങ്കിൽ ഒരു സംശയം തോന്നും. ദോഹാൻ ചോദിക്കും, ഇതാരോ ഒച്ചാനിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കോയിൻബോ പറയും, ഒച്ചാനിയോനോ അതാരത്, ഞാൻ എന്താ അവളെ കൊന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഇത് സത്യം പറ, ആരാ ഇവൾക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ തന്നെയെന്നൊക്കെ
എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആദ്യം പറയില്ല. അവൻ പറയും ഞാൻ പറയൂല എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ കാലിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവനാണെങ്കിൽ പറയും കേട്ടോ, എന്തോ മാ ഇൻക്യൂ ആന്ന് പറയും. അപ്പോൾ ഇവനെ ആണല്ലേ എന്നൊക്കെ ഓർത്തിട്ട് ഇവനെ പിന്നെയും ടോർച്ചർ ചെയ്തിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും. എന്നിട്ട് ചീഫോനെ ആണെങ്കിൽ ആ ഒരു ബട്ടർഫ്ലൈ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ചീഫോ ആണെങ്കിൽ ബട്ടർഫ്ലൈനെ ഇങ്ങനെ CCTV കണ്ടോണ്ടിരിക്കണം. അപ്പോൾ ബട്ടർഫ്ലൈ ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചീഫ് അങ്ങനെ ചോദിക്കുന്നുണ്ടാകും, അതെന്താ നിന്റെ മകള് നിന്നെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് കുഴപ്പമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ചീഫ് പറയും, എന്നാലും നീ എന്ത് സാധനോ, നീ കാരണം അത്രയും പേരുടെ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ വലിയ മിടുക്കിയാണോ, നീ ഇത്ര പാവമാണെന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, അതെനിക്കറിയാം ഞാൻ പാവമല്ല എന്നുള്ള കാര്യം, പക്ഷെ എന്നിരുന്നാലും അവരെയൊക്കെ ഞാൻ ആ ഒരു നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്നുള്ള രീതിക്ക് അവളിങ്ങനെ സംസാരിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ബൊസക്കും അതേപോലെ തന്നെ നമ്മുടെ മിൻസോയും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീഹാൻ ആണെങ്കിൽ റെഡി ആവണായിരിക്കും കേട്ടോ ആ ഒരു മിസ് കിമ്മിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കൊച്ചാണെങ്കിൽ നമ്മുടെ യൂറ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, ജീഹാൻ അങ്കിള് ക്ലാസ് ഇന്ന് ഇത്ര മതി എന്ന് പറഞ്ഞു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കും അവനെന്താ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടാകും മിസ് പാർക്കിനെ കാണാൻ വേണ്ടിയിട്ട് പോകണമെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ആ ഒരു അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വരണ്ടെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ജീഹാൻ കാണാൻ പോകുന്നത്. അങ്ങനെ ഇവളാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആ ഷെൽഫിൽ എടുത്തു വെക്കുമ്പോൾ ഇവളുടെ ഒരു സാധനം ഇവളിങ്ങനെ നോക്കുന്നുണ്ടാവും കേട്ടോ. അത് കുറച്ച് ബുള്ളറ്റ്സ് ആയിരിക്കും, അതിലൊരു ബുള്ളറ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഒരു പഴയ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കും, ഒരു ചെറുക്കനാണെങ്കിൽ എന്തു കണ്ടിട്ട് അവൻ പിന്നെയും ഇങ്ങനെ ആ ഒരു എയിം ചെയ്യുമ്പോൾ തന്നെ എന്താ ആ ചെറുക്കനെ ആണെങ്കിൽ ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു ചെവിയുടെ സൈഡിൽ കൂടെ ആയിരിക്കും ഇങ്ങനെ പോകുന്നുണ്ടാവുക ആ ഒരു ഷൂട്ടേ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാടുണ്ടാകും. ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ കൊറിയയിലോട്ട് വന്നിരിക്കുകയാണ്. ആരാ പുള്ളി എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാകും കേട്ടോ. അങ്ങനെ അയാളാണെങ്കിൽ കൊറിയയിൽ ഇറങ്ങിയിട്ട് നേരെ ടാക്സിലോട്ട് കയറാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഒരാളിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്തെങ്കിലും ഇടയിൽ കയറി വരുന്നത്, മര്യാദക്ക് ലൈനിൽ പോയി നിൽക്കാൻ പറയുമ്പോൾ ഇവനാണെങ്കിൽ വലിയൊരു ലൈനിൻ്റെ ബാക്കിൽ പോയി നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ സ്മോക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ ഒരു പെങ്കൊച്ച് പറയുന്നുണ്ടാകും, ഇവളുടെ പേരാണ് ചെറി പറയുന്നുണ്ടാകും, ഇവിടെ സ്മോക്ക് ചെയ്യാൻ പാടില്ല, സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000 രൂപ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയും. അപ്പോൾ ഇവൾ ചോദിക്കും ഞാൻ എന്തെങ്കിലും സഹായിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്നൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ഇവളുടെ ആ ഒരു ടാക്സി തന്നെ ഇവനും കയറി പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഞാൻ എന്താണെന്ന് പറയുക ഇങ്ങനെ കിടന്ന് ഒരുങ്ങണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും നിനക്ക് വീണ്ടും റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഒരിക്കലും ഇല്ല, അയാളില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല സുഖത്തിലാണ് ജീവിച്ചതെന്ന് എനിക്ക് അറിയിക്കണം അതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ടാറ്റൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും ആ ഒരു കേസിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും പറയാതെ ആ ഒരു ഡോർ അടക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അവളാണെങ്കിൽ ആ ഒരു കൊളീൻ്റെ അടുത്ത് ചെന്നിട്ട് ഹലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവനിങ്ങനെ ചോദിക്കും നീ എപ്പോഴാണ് വന്നത്, നീ ഫുഡ് കഴിച്ചോ, നിൻ്റെ അമ്മക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്കിപ്പോൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവനിക്ക് എന്തോ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫോയാണെങ്കിൽ ആ ഒരു കോയിൻ ബോനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവൊക്കെ വിടും. അപ്പോൾ നമ്മുടെ ആ ഒരു ദോഹ വന്നിട്ട് ഇങ്ങനെ അവൾക്ക് ചായ കൊടുത്തിട്ട് പറയുന്നുണ്ടാകും നിനക്ക് എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ അതെന്താ അങ്ങനെ പറയുന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ഒരുപാട് നാളുകൾക്ക് മുന്നേ നീ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്, ഞാനങ്ങനെ ജീവനോടിരിക്കണതും നീ കാരണമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുമ്പോൾ ഇതൊന്നും സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് മിസ് പാർക്ക് വരും. എന്നിട്ട് മിസ് പാർക്ക് ഇങ്ങനെ പറയുന്നുണ്ടാകും ജീഹാൻ എന്നെ കാണാൻ വന്നിരുന്നു, അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെ 80ാമത്തെ പിറന്നാൾ, അത് അമ്മയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവനിക്ക് വല്ലാത്തൊരു സങ്കടമാകും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛനെ ഇത്തിരി സമാധാനമാകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ എന്തോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാലത്തിൻ്റെ മോളോട് നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും ആണെങ്കിൽ ഇവനിക്ക് മെസ്സേജ് അയക്കും നീ നല്ല കാര്യമാണ് ചെയ്തത്, നീ കാരണം അച്ഛൻ വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവനെ ആണെങ്കിൽ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ ഇവനിക്ക് നല്ല രീതിക്ക് സന്തോഷമാകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ കോയിൻ ബോർഡ് അടുത്തോട്ട് വരുമ്പോൾ എന്താ അയാളെ ആണെങ്കിൽ ആരോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും, അത് ആ ഒരു ചീഫോടെ ആൾക്കാരൊക്കെ ആയിരിക്കും കേട്ടോ, അവൻ്റെ ടീം തന്നെ ആയിരിക്കും. ഈ കോയിൻ ബോൺ ഇങ്ങനെ തടവിലാക്കിയ കാര്യമൊന്നും ഇവൻ ചീഫോട് അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്നാകുമ്പോൾ അവനാണെങ്കിൽ ആ ബുള്ളറ്റ് വീണോടത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണായിരിക്കും കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ ബർത്ത്ഡേയുടെ ദിവസമായിരിക്കും അന്ന് ജീഹാൻ ഉണ്ടാവില്ല. അപ്പം അച്ഛനിങ്ങനെ ചോദിക്കും എന്താണ് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും ഇത് ഞാൻ വൈബ്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് വെച്ചാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ജീഹാനെ വിളിക്കുമ്പോൾ ആ ഒരു മീറിമിന് കിട്ടില്ല. അപ്പം മീറിമും പറയണ്ടാവും ഇന്നെങ്ങാനും മാമൻ വന്നില്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോകണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ദോഹാനൊക്കെ പറയും നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ എന്തായാലും വരും എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരുപാട് ഗസ്റ്റൊക്കെ വരും, അവരെല്ലാവരും വെൽക്കം ചെയ്യും. എന്നിട്ടും ഈ ഒരു മീറിമിനാണെങ്കിൽ ജീഹാനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ ആ ഒരു ഹോസ്റ്റ് പറയും സമയം എല്ലാവരും അതോട്ട് വരാൻ പറയുമ്പോൾ അവരൊക്കെ കയറും. അപ്പം തന്നെ യൂറ പറയും എനിക്ക് കിട്ടി, ജീഹാനെ കിട്ടിയെന്ന് പറഞ്ഞവർ നോക്കുമ്പോൾ എന്താ ഇവളാണെങ്കിൽ ജീഹാന് കൊടുത്തൊരു ക്രെഡിറ്റ് കാർഡ് അവൻ യൂസ് ചെയ്തത് കാണും കേട്ടോ. അതും അമ്മയുടെ ആ ഒരു ശവക്കലയുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നായിരിക്കും ഇത് വിഡ്രോ
വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവർക്ക് സംശയമാകും, അപ്പോൾ അവനൊന്നും പറ്റിയിട്ടില്ലല്ല, നമുക്ക് എന്തായാലും അവനെ പോയി നോക്കാമെന്നൊക്കെ പറയുമ്പോൾ ദോഹാൻ പറയും അതൊന്നും നോക്കണ്ട, നമുക്ക് ഈ ഒരു പാർട്ടി നോക്കിയാൽ മതി, അവൻ വന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ മീറിമാണെങ്കിൽ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ അവർ പോവാന്നൊക്കെ സമ്മതിക്കും. അങ്ങനെ മീറിമായിരിക്കട്ടെ വണ്ടി ഓടിക്കുന്നുണ്ടാവുക. അപ്പോൾ അവനാണെങ്കിൽ അമ്മയുടെ ആ ഒരു ശവക്കലറയുടെ തൊട്ടപ്പുറം തന്നെ കിടക്കുന്നുണ്ടാകും. അപ്പോഴേക്കും ഇവർ ഫാമിലിയായിട്ട് അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ഇവനാണെങ്കിൽ ആ ഒരു യൂറോ നല്ല അടിയായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ചോദിക്കും എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും ഞാൻ ശരിക്കും പറഞ്ഞൊരു സ്ഥലം മേടിച്ചതാണ്, പക്ഷെ അവരാദ്യം 5000 എന്ന് പറഞ്ഞു, പിന്നെ അവരിപ്പോൾ പറയാം 20,000 രൂപ അതും ഇതൊക്കെ കൂട്ടിയിട്ട്. ഞാനതിപ്പോൾ എങ്ങനെ ചെയ്യാനാ, ജോലി ഇല്ലാത്ത ഞാൻ എങ്ങനെ അത് കൊടുക്കാനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ടാകും അതൊക്കെ എവിടെ ഇരിക്കട്ടെ, നീ ശരിക്കും എന്താ മേടിച്ചത്, എന്ത് സ്ഥലമാണ് മേടിച്ചത്, കള്ളം മാത്രം പറയരുതെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും ഈ സ്ഥലം അച്ഛനല്ല എപ്പോഴും പറയാറ്, അച്ഛനെപ്പോഴും അമ്മയുടെ ഒപ്പം ഇങ്ങനെ മരിച്ചെടുക്കുമ്പോൾ കിടക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ അച്ഛന് വേണ്ടിയിട്ട് മേടിച്ചാന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ എല്ലാവരും അങ്ങനെ അറഞ്ചും പുറച്ചും അടിക്കുന്നുണ്ടാകും. അങ്ങനെ അവരൊക്കെ ആണെങ്കിൽ ജോലിയായിട്ട് ആ ഒരു സെലിബ്രേഷൻ്റെ അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ അവിടെ എങ്ങും ആരും ഉണ്ടാവില്ല കേട്ടോ. അവിടെ വന്ന ഗസ്റ്റൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ പാർട്ടിയൊക്കെ ആഘോഷിച്ച് ഫുഡൊക്കെ വെച്ച് അവരൊക്കെ പോയിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പറയും സോറി ഞങ്ങളുടെ കോൺട്രാക്റ്റിന് ടൈം കഴിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ജിഹാൻ പറയും ഇനിയും 18 മിനിറ്റ് ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കുള്ളല്ലേ എന്നും പറഞ്ഞ് ഇവരാണെങ്കിൽ കരോക്കൊക്കെ ഇരുന്ന് പാടുന്നുണ്ടാകും. അങ്ങനെ കാറിൽ വെച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് എല്ലാവരും വിഷൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ വിഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഇവരെങ്ങനെ ഫ്ലാറ്റിലോട്ട് വരുമ്പോൾ ദോഹാൻ പറയും അയ്യോ ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി, നിങ്ങളത് ചെന്നോളാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുമ്പോൾ എന്താ ഇവരാണെങ്കിൽ വരുമ്പോൾ തന്നെ എന്താ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ആരോ നിൽക്കുന്നുണ്ടാകും. ഇവക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ അത് വേറൊരാളാന്നുള്ള കാര്യം. അയാൾ അതെന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാകും. അപ്പോൾ തന്നെ അയാളിങ്ങനെ പറയുന്നുണ്ടാകും യൂറ നിനക്കൊരു ചേഞ്ചും ഇല്ലല്ലോ, ഇത് മിൻസോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ മിൻസോനെ മാറ്റി നിർത്തുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 6 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.